ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി പൊൻകുന്നത്തായിരുന്നു. പൊൻകുന്നത്ത് നിന്ന് വൈകിട്ട് അച്ഛ ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പറഞ്ഞു നമുക്ക് മയിലാടിയിലുള്ള, അതായത് കങ്ങഴയിലുള്ള ടർഫ് വരെ പോകാമെന്ന്, ഐറ സ്പോർട്സ് ഹബ്ബ് വരെ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം പറഞ്ഞ ഉടനെ ഞങ്ങളെല്ലാം പെട്ടെന്ന് റെഡിയായി കേട്ടോ. ഇത് ശനിയാഴ്ചത്തെ വ്ളോഗാണ്, ഇടാൻ വളരെ ലേറ്റായിപ്പോയി. ഞങ്ങളെല്ലാം പെട്ടെന്ന് ഒരുങ്ങി റെഡിയായിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് പിന്നെ അച്ഛൻ ഫുഡൊക്കെ വാങ്ങിച്ചു തന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഫുഡും എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ ചെന്നത് തന്നെ 11 മണിയായി ഗൈസ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ സ്ക്രീനിൽ ക്രിക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അതിനിടയ്ക്ക് കൂടി നമ്മൾ അവിടെയോട്ട് ചെന്നിറങ്ങിയപ്പോൾ തന്നെ കണ്ടത് അവിടെ സ്റ്റേഡിയത്തിൽ ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുന്നതായിരുന്നേ. അതെല്ലാം കുറച്ച് നേരം നോക്കി നിന്നിട്ട് പിന്നെ നമ്മൾ പൊക്കത്തോട്ട് പാർക്കിൻ്റെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി. ജസ്റ്റ് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ തന്നെ ആൾമോസ്റ്റ് ആൾക്കാരെല്ലാം പോയി കഴിഞ്ഞിരുന്നു. 11 മണിയായില്ലേ. പിന്നെ ഞങ്ങളെല്ലാം പോയി. നമ്മുടെ രൂപൻ അവിടെ ചെന്നപ്പോൾ തൊട്ട് ഭയങ്കര സന്തോഷമായി കേട്ടോ. അവൻ ഒത്തിരി സ്ഥലമുണ്ട് ലോടി നടക്കാൻ. അവനിങ്ങനെ നടക്കണം. അവരാരും പിടിക്കുന്നൊന്നും അവന് ഇഷ്ടമില്ല. അവനിങ്ങനെ നടക്കണം. അപ്പം ഞങ്ങൾ ജസ്റ്റ് നടന്ന് കയറി പൊക്കത്ത് കയറി അവിടെ പോയി കിഡ്സ് പാർക്കിലേക്ക് പോകാനുള്ള എൻട്രി ഫീസ് എടുക്കാനായിട്ട് അച്ഛൻ കയറി പോകണം. അപ്പം ഞാൻ അവിടത്തേക്ക് വീഡിയോ ഒന്നും എടുക്കുമായിരുന്നേ. അവിടെ സ്വിമ്മിങ്ങിൻ്റെ ട്രെയിനിങ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഫുട്ബോൾ ട്രെയിനിങ് ഉണ്ട്, എല്ലാ ട്രെയിനിങ്ങുകളും ഉണ്ട്. പിന്നെ അവിടെ കിഡ്സ് പാർക്കിൽ കയറാനായിട്ട് 100 രൂപയും, നോർമൽ പാർക്കിൽ, അതായത് നോർമൽ ജിമ്മിൽ കയറാനായിട്ട് 25 രൂപ, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ റേറ്റ് കേട്ടോ. നമ്മളവിടെ പോയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തു കിഡ്സ് പാർക്കിലോട്ട് കയറാൻ. അതായത് അവർക്ക് ഇവിടെ കയറി പാർക്കിലല്ല ഐറ്റത്തിൽ കയറുന്നതിന് 100 രൂപ ഇതാണ് ടിക്കറ്റ്. ഇപ്പോൾ അവർക്ക് 2 പേർക്കും ടിക്കറ്റ് എടുത്ത് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മളൊന്നും കയറുന്നില്ല, അതുകൊണ്ട് അവരെ കൊടുത്ത് കയറാം. അപ്പം നമുക്കങ്ങനെ വേറെ പൈസ വേണ്ട. അവർക്കുള്ള ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് അകത്തോട്ട് പോവുകയാണ്. അകത്തോട്ട് പോകുമ്പോൾ തന്നെ അകത്തെ സ്റ്റേഡിയത്തിലും ഫുട്ബോളാണ് കേട്ടോ. അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ. കുറേ രണ്ട് സെക്ഷനാണെന്ന് തോന്നുന്നു കളിക്കുന്നത്. രണ്ട് കൂട്ടരാണെന്ന് തോന്നുന്നു കളിക്കുന്നത്. അവർ ഫുട്ബോളാണ് കളിക്കാൻ. അവർക്ക് ലൈറ്റ് സെറ്റിംഗ് ഒക്കെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ രൂപേനിങ്ങനെ എല്ലാം അന്തം വിട്ട് നോക്കുകയാണ് കേട്ടോ. അവൻ ആദ്യമായിട്ടാണ് അവിടെ ചെല്ലുന്നത്. ഞങ്ങളിടയ്ക്ക് പോയിട്ടുണ്ട്, പക്ഷേ ഇവൻ ആദ്യമായിട്ടാണ് വരുന്നത്. രൂപേനെ അങ്ങ് താഴത്തോട്ട് വിട്ട് രൂപേനങ്ങ് ഭയങ്കര സന്തോഷമായി. രൂപേനങ്ങ് നടക്കുക. അപ്പോൾ അച്ഛയാണെങ്കിൽ കാണിച്ചു കൊടുക്കുക ചേട്ടന്മാർ ഫുട്ബോൾ കളിക്കുന്നത് കാണിച്ച്. രൂപൻ ഭയങ്കര സന്തോഷത്തോടെ കുറച്ച് നേരം നോക്കി അതെല്ലാം കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് രൂപൻ വീണ്ടും നടക്കാൻ തുടങ്ങി. നമ്മൾ കിഡ്സ് പാർക്കിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ഇച്ചിരി നടക്കാനൊക്കെ ഉള്ള രൂപന് ഭയങ്കര സന്തോഷമാണ്. രൂപന് മുഖത്ത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഭയങ്കര ഹാപ്പിയാണ്. അതിന് നമ്മുടെ അവിടെ നിന്നുള്ള ആൾ വന്നിട്ട് പാർക്ക് തുറന്നിട്ട് വേണം നമുക്ക് ഞങ്ങൾക്ക് കയറാൻ. കാരണം ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 11 മണി കഴിഞ്ഞിരുന്നു. അപ്പോൾ അവരെല്ലാം ക്ലോസ് ചെയ്തായിരുന്നു, അടച്ച്. പിന്നെ പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ അടച്ച്. പിന്നെ ഞങ്ങൾ ചെന്ന് ടിക്കറ്റ് എടുത്തപ്പോഴത്തേക്ക് വന്നവർ തുറന്നു തന്നതാണ്. ഞങ്ങളിതിൻ്റെ ആ ചേട്ടൻ വന്ന് തുറന്നു തന്നപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്തൊക്കെ കയറി. ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ ഞങ്ങളിങ്ങനെ വണ്ടടിച്ച് നോക്കി നിൽക്കും. ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഹാപ്പിയായി. കാരണം നമ്മൾ പിള്ളേരുമായിട്ട് എങ്ങനെ വേറൊരു സ്ഥലത്തോട്ടൊന്നും അങ്ങനെ പോകുന്നില്ല. അപ്പോൾ അവർക്ക് കളിക്കാനൊക്കെ കുറച്ച് എൻജോയ്മെൻ്റ് ഒക്കെ കിട്ടുന്നവർക്ക് ഭയങ്കര രസമല്ലേ. അപ്പം ഞങ്ങൾ ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മുടെ രൂപേനങ്ങ് ചെന്നിറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. റയാൻ ഓടി ചെന്നൊരു ബോളാണ് ഗൈസ് എടുത്തത്. അവൻ ആ ബോളിൻ്റെ അകത്ത് കയറിയിരിക്കുകയും ഭയങ്കര ഹാപ്പിയായിരുന്നു. റയാൻ ആദ്യത്തെ ഹാപ്പിയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പോകെ കാണാം അവൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ കുട്ടി വേഗം വീട്ടിൽ പോകണം എന്നുള്ള കാര്യത്തിലാണ്. പക്ഷെ രൂപൻ അങ്ങനെയല്ല. ചെന്നപ്പോൾ തന്നെ അവൻ ഓരോ സാധനവും എടുത്ത് വളരെ ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്ത് അവൻ എല്ലാ സാധനത്തിലൊക്കെ കയറുകയാണ്. കണ്ടോ, അതേ ഓടി വന്ന വണ്ടിയിൽ കയറി. നമ്മുടെ റയാനാണെങ്കിൽ ഇതൊന്നും പുള്ളിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലേ. അവൻ്റെ കയ്യിലൊരു കണ്ണാടിയൊക്കെ ഉണ്ട് കേട്ടോ. അമ്മ ഇത് പിടിച്ചു, എനിക്ക് എല്ലാத்தைയും കയറാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ണാടിയൊക്കെ എൻ്റെ കയ്യിലോട്ട് തന്നു. ഗ്ലാസ്സൊക്കെ വെച്ച് സെറ്റായിട്ടായിരുന്നു പോയത്. പക്ഷെ അവിടെ ചെന്ന് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊരു ഫുഡ് കഴിക്കാൻ കയറിയ സമയത്ത് അപ്പോൾ അവൻ ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എടുത്ത് ഫുഡ് കൊടുത്തതിൻ്റെ ദേഷ്യത്തിലൊക്കെ സങ്കടത്തിലായിരുന്നു. അവിടെ ഗ്ലാസും തൊപ്പിയൊക്കെ വെച്ചാണ് പുള്ളി ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. പക്ഷെ അവിടെ വന്നപ്പോൾ അതെല്ലാം പോയിരുന്നു ഗൈസ്. പിന്നെ ഈ പാർക്കിൽ എത്തിയപ്പോഴത്തേക്കാണ് ആളൊന്ന് ഓക്കെ ആയത്. രൂപേൻ്റെ ചെന്നപ്പോൾ തൊട്ട് കളിയാണ്. റയാനൊരു ആനക്കുട്ടി കിട്ടി കേട്ടോ. കാട്ടിലെ കണ്ണനാന്ന് തോന്നുന്നേ. അവൻ ഈ ആന ഇതെല്ലാം എടുത്തുകൊണ്ട് നടക്കുകയാണ്. അവൻ അതൊക്കെ എടുത്തുകൊണ്ട് നടന്നാൽ മതി. അവന് എല്ലാത്തിലും അങ്ങനെ കയറുന്നതൊക്കെ ഭയങ്കര വിരളമാണ്. വേറെ പാർക്കിൽ ചെന്നാലും അവൻ അങ്ങനെയാണ്. അവന് പേടിയാണ് ഗൈസ്. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേൻ്റെ ഈ ഊരാമ്പാലത്തേക്ക് കയറുകയാണ്. ഇവിടെ വന്ന് ഇങ്ങനെ തന്നെയൊക്കെ കയറുമ്പോൾ ഞങ്ങൾക്കും ഒരു ഹാപ്പിയായി. കൊച്ചതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരിത് കേട്ടോ. തേത്തിലെല്ലാം കയറി
അതിൽ കയറി തന്നെ ഇറങ്ങിയതിൻ്റെ ഒരു ആഹ്ലാദമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമ്മുടെ രൂപേനാണ് അപ്പോൾ തന്നെ ഓരോ സാധനത്തിലും കയറാനായിട്ട് അമ്മ അങ്ങ് മാറി, എന്നെ ആരും പിടിക്കണ്ട, അമ്മ ചേട്ടനെ നോക്കിക്കോ എന്നുള്ള ഒരു മട്ടിലാണ് നമ്മുടെ രൂപയും കേട്ടോ. ട്രെയിനും അവന് പറ്റുന്ന കൊച്ചു കൊച്ചു സാധനങ്ങൾ, കാരണം അവന് ഓൾമോസ്റ്റ് എല്ലാം പേടിയാണ്, അതുകൊണ്ട് അവൻ അങ്ങനെ പേടിയില്ലാത്ത ഐറ്റംസൊക്കെ കുറവാണ്. അപ്പോൾ അവനെ കയറാനും പേടിയാണ്. രൂപേൻ അങ്ങനെയല്ല. ഞാനപ്പോൾ ചേട്ടൻ കയറുന്ന പോലെ നമ്മുടെ രൂപേനെ ഊരാമ്പാലത്തിൽ കയറ്റിയാണ്. പിന്നെ നമ്മൾ പേടിക്കണ്ട ഗൈസ്, അത് ഒന്നും നമുക്ക് നമ്മൾ വളരെ വീണാലും ഒന്നും നമുക്കൊരു കുഴപ്പമില്ലാത്ത, നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ അവർ മാറ്റ് ഇട്ടേക്കുന്ന സ്പോഞ്ചിൻ്റെ മാറ്റാണ്. നമ്മളിപ്പോൾ ഈ കയറിയേക്കുന്ന പാർക്ക് തന്നെ കിഡ്സ് പാർക്ക് എന്ന് പറഞ്ഞത് 1 വയസ്സ് തൊട്ട് 5 വയസ്സ് വരെ പിള്ളേർക്കാണ്. അപ്പോൾ അവർക്ക് അത്രയും സേഫ്റ്റി ആയിട്ടാണ് അതെല്ലാം ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ രൂപേനാണ്ട് ഊരാമ്പലത്തിലേക്ക് കയറി ഭയങ്കര സന്തോഷമായി. നമുക്ക് ഭയങ്കര സേഫ്റ്റി ഉള്ളതുകൊണ്ട് നമുക്കും ധൈര്യത്തോടെ നമുക്ക് കയറ്റാം കുഞ്ഞുങ്ങളെ അതിൻ്റെ അകത്ത്. ഇതുണ്ട്, നിങ്ങൾ അവൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കി, അവൻ തന്നെ അമ്മ പിന്നെ ഞാൻ തന്നെ ചെയ്തോളാം എന്നുള്ള ഇതിലാണ്. ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. അവനെ അതെല്ലാം കയറ്റി നമുക്കും ഭയങ്കര സന്തോഷമായി. അടുത്ത് എന്ത് കയറണം നോക്കിയാണ് രൂപ നടക്കുന്നത്. നമ്മുടെ റയാൻ്റെ കൂടെ അപ്പോൾ അമ്മച്ചിയുണ്ട്. റയാനെ ഇങ്ങനെ നോക്കി അമ്മച്ചി നടപ്പുണ്ട്. അച്ഛയാണ് വീഡിയോ എടുക്കുന്നത് ഈ സമയത്ത്. ഞാൻ നമ്മുടെ രൂപേനെ ഓരോ സാധനത്തിലും കയറ്റാൻ ഇതുവഴി കയറിയിട്ട് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ സാധനത്തിലൊക്കെ കയറ്റുകയാണ്. എനിക്ക് അവിടെ ചെന്നപ്പോൾ ഏതി കയറ്റണം എന്നുള്ളതായി. കണ്ട നമ്മൾ അവനെ എങ്ങനെയാണ് അവന് തന്നെ അവൻ ചിരിയൊക്കെ കണ്ടു, അവൻ തന്നെ വരാം ഹാപ്പി. അവിടെ നിന്നൊരു ബോൾ കിട്ടി. പുള്ളിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബോളൊക്കെ. അപ്പം നമ്മുടെ റയാനാണ് ഇതിൻ്റെ ബോക്സസ് ഇങ്ങനെ എടുത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കത്തില്ല ഇതുപോലെ ക്യൂബ്സ് എടുത്തിട്ട് അവനത് ചെയ്യും. ഞാൻ പറഞ്ഞിട്ടാ നീ വന്ന് ഈ സാധനത്തിലൊക്കെ കയറ്, വീട്ടിൽ വരുമ്പോൾ അത്ര ക്യൂബ് തരാം, നിനക്ക് ഉണ്ടാക്കാനൊക്കെ തരാമെന്ന് പറഞ്ഞ് ഞാൻ അവനോട് വന്നിട്ട് ഇതിൽ ഓരോരുത്തരും കയറാനൊക്കെ പറഞ്ഞ് വിളിച്ചത്. അപ്പം വിളിച്ചപ്പോൾ ഓടി വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ രൂപേനെ കയറ്റിയ സാധനത്തിൽ റയാനെയും കൂടി ഒന്ന് കയറ്റാമെന്ന് വെച്ചേ. നമ്മുടെ രൂപേനാണ് അപ്പോൾ ഇവിടെ ബോളെല്ലാം പെറുക്കിയെടുക്കുന്നുണ്ട്. കൊച്ച് കയറുന്ന വീഡിയോ, കാരണം നമുക്ക് റയാൻ ഇങ്ങനെയൊക്കെ കയറുന്ന വിരളമായിട്ടേ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ പറയുന്നത് അച്ഛൻ വന്നൊരു വീഡിയോ എടുത്തേ, നമ്മുടെ റെയിന് കയറുന്നൊരു വീഡിയോ എടുത്തേ എന്ന് പറഞ്ഞു. അപ്പോൾ റെയിന് അങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛൻ ഓടി വന്ന് എടുത്താണ്. റെയിൻ ഇതേ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഇതിങ്ങനെ അപ്പുറത്തോടി ചവിട്ടി സ്റ്റെപ്പ് കയറി വന്നിട്ട് ഊർന്നുള്ളതായിരുന്നേ. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു പുഴു പോലത്തെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുകൂടി പിള്ളേർ കയറാം. ഞാൻ പറഞ്ഞ റെയിനോട് എടാ നീ ഒന്ന് കയറി കാണിച്ചേ, രൂപയും കയറട്ടെ, കൊച്ചൊന്ന് കയറി വരാൻ പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് റെയിനു വരികയാണ്. റെയിനു അതിൻ്റെ ഉള്ളിൽ കൂടി കയറി തേണ്ട വരുന്നു. റെയിനുവിന് ഭയങ്കര സന്തോഷമായി. റെയിനുവിന് മനസ്സിലായി വീണാലും ഒന്നും കുഴപ്പമില്ല, പേടിക്കണ്ട എന്നുള്ളൊരു മനസ്സിലായതുകൊണ്ടാണ് റെയിനു ഇത്ര രീതിയിൽ കയറുന്നത്. അപ്പോൾ റെയിനു കയറിയ പോലെ തന്നെ നമ്മുടെ രൂപേനെയും കയറ്റാൻ വേണ്ടി നോക്കുവാണ്. അപ്പോൾ നമ്മുടെ ചേട്ടായി ഇവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്, എടാ വാടാ പേടിക്കണ്ട, ചേട്ടനുണ്ട് എന്നൊക്കെ പറഞ്ഞ് രൂപേനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റെയിനുവെ. അപ്പം നമ്മുടെ രൂപേനും കയറി വരും, എടാ വാടാ അങ്ങനെ തന്നെ വാ, കുനിഞ്ഞു വാ, രൂപരരുത്, ചേട്ടനിവിടെ നോക്കി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ റയാനിങ്ങനെ രൂപൻ വരുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുക. നമ്മുടെ രൂപേൻ അങ്ങനെ എഴുന്നേറ്റ് വന്നു. ലാസ്റ്റായപ്പോൾ പുള്ളി ഇറങ്ങാനായിട്ട് നോക്കിയപ്പോൾ അവിടെ ഒന്ന് പൊങ്ങി ഗൈസ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നോർമലി അവൻ ഇറങ്ങി വന്നേ. അവനെ നമ്മളിങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അവന് ഭയങ്കര ഹാപ്പിയായി. പിന്നെ അത് പുറമേ പുള്ളിയെല്ലാം നോക്കി നടന്ന് അതിൻ്റെ അകത്തോടി ബോളൊക്കെ എടുത്തിട്ടാണ്. അപ്പോഴത്തേക്ക് ഈ പാർക്കിൽ വന്നതല്ലേ, അമ്മച്ചിക്ക് അല്ലാതെ കയറാനൊന്നും ഇല്ലല്ലോ. അമ്മച്ചി അവിടെ പോയി ഇരുന്ന് സെറ്റായി. ട്രെയിൻ അതിനിടയ്ക്ക് ഓടി പോകുന്നുണ്ട്. ട്രെയിനിനോട് ഊഞ്ഞാലൊക്കെ കയറാൻ പറഞ്ഞിട്ട് ട്രെയിൻ വന്ന് നോക്കിയിട്ട് പോകുന്നു ഗൈസ്. അവനതൊക്കെ ഭയങ്കര മടിയാണ്. ഇപ്പം നമ്മുടെ രൂപേനെ അങ്ങോട്ടൊന്ന് വിട്ടാലുണ്ടല്ലോ, രൂപേനെ അവിടെ എല്ലാം കയറി നിരങ്ങും. പിന്നെ നമ്മൾ അച്ഛതേ പിന്നെ ട്രെയിന് കയറി ഊഞ്ഞാലെ കാണിച്ചപ്പോൾ രൂപേനെടുത്തത്. അപ്പോഴത്തെ അച്ഛതേ വന്ന് രൂപേനെ ഊഞ്ഞാലെ കയറ്റാൻ തുടങ്ങുവാണേ. സേഫ്റ്റായിട്ട് പിടിച്ചൊക്കെ ഇരുത്തി രൂപേൻ തന്നെ ഇരുന്ന് പുള്ളി അതിനിടയ്ക്ക് ഈ കുലുങ്ങുന്ന എന്നാണെന്നറിയോ, അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ മ്യൂസിക് പാട്ട് വെച്ചിട്ടുണ്ട്. പാട്ടിൻ്റെ താളത്തിൽ നമ്മുടെ രൂപേനിടയ്ക്ക് താളം പിടിക്കുന്നുണ്ട്. അതാണ് ഈ കുലുങ്ങുന്നതൊക്കെ. ഭയങ്കര ഹാപ്പിയാണ്. പുള്ളി തന്നെ ഇരുന്ന് ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഊഞ്ഞാലേന്നൊക്കെ ഇറക്കി. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ബോളൊക്കെ ഇട്ടിട്ടുള്ള കുറേ ബോളുകൾ ഇട്ടിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിളിക്കുകയാണ് അച്ഛനെ, പിള്ളേരെയൊക്കെ ആയിട്ട് നമുക്ക് അപ്പുറത്ത് അതിൽ കയറാം. കുറേ ബോളുകളുടെ നടുവിൽ നിൽക്കുന്ന നല്ല രസമല്ലേ കാണാൻ തന്നെ. പിന്നെ ഇതൊരു മീൻ കണ്ടോ, നല്ല രസമുണ്ട് മീനൊക്കെ ആയിട്ട്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു, കൊണ്ടുപോകാനും ആരുമില്ല.
നമ്മളോട്ട് പോയിട്ടുമില്ല, ഇങ്ങനത്തുള്ള സ്ഥലങ്ങളുമില്ല. ഇപ്പോൾ ഈ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലങ്ങളൊക്കെ ഒരുക്കിയുണ്ട് നമുക്ക് ഭയങ്കര റിലീഫാണ്. നമുക്ക് സ്ട്രെസ്സായിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്ന് അവരെയൊക്കെ ഒന്ന് കയറ്റി, കുഞ്ഞുങ്ങൾ എപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്ന് ബോറടിക്കുകയില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടിരുന്ന് വളരെ നല്ല രസമാണല്ലേ. എന്ത് കേട്ടോ, ഒത്തിരി ബോളൊക്കെ കിടക്കാം, നല്ല കുഞ്ഞു ബോളാണ്. അത് റബ്ബറിൻ്റെ അല്ല, പ്ലാസ്റ്റിക് പോലത്തെയാണ്, നമുക്ക് പേടിക്കൊന്നും വേണ്ട. അതുകൊണ്ട് അവിടെ ഒരു ബാർബി ഡോളിൻ്റെ പോലത്തെ ഒരു ഹൗസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞ് അവരെ വിളിച്ചിട്ട് അവർ വന്നില്ല ഗൈസ്. അവരവിടെ വണ്ടിയിലൊക്കെ കയറി ഇരിക്കുകയാണ്. ഞാനിവിടെ വന്ന് നമ്മുടെ റയാനെ കയറ്റിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. റെയിനിന് ഈ ബോളിൻ്റെ അകത്തുകൂടി നടക്കാൻ ഇച്ചിരി ഒരു പ്രയാസമായിരുന്നു, എന്നാലും അവൻ നടന്നു പോകുന്ന ഫുട്ബോൾ എടുക്കാൻ വേണ്ടിയാണ്. പിന്നെ അവനെ ചാടി കയറി എന്നോട് പറഞ്ഞു ഹൗസിൻ്റെ അകത്ത് കയറണം എന്ന് പറഞ്ഞു. ഒരു ഹൗസ് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് കയറണം എന്ന് പറഞ്ഞു. തന്നെ അതിൻ്റെ അകത്തോട്ട് പോകുന്ന പോക്കാണിത്. പുള്ളിക്കെല്ലാം പേടിയാണ്. പുള്ളിക്ക് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവന് നിന്നോളും. വീട്ടിലൊരു കൂടാരം പോലത്തെയൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്, ടെൻ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. അവനതിലൊക്കെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ചെന്നിട്ട് ഈ ഹൗസിൻ്റെ അകത്തൊക്കെ നോക്കുക, അതെല്ലാം തുറന്നും അടച്ചും ഒക്കെ നോക്കുക, ഡോറൊക്കെ അടയ്ക്കുന്നു. പക്ഷെ പുള്ളി അതിൻ്റെ അകത്ത് കയറിയില്ല കേട്ടോ. അതിൻ്റെ അകത്ത് അങ്ങനെ കയറാൻ പേടിയാണ്. ആ ഡോറൊക്കെ അടച്ച പുള്ളി അതൊക്കെ നോക്കിയതേ ഉള്ളൂ. ഇവിടെ നല്ല രസമുണ്ട് ഗൈസ്. ഈ ബോൾ ഇങ്ങനെ തന്നെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക നമുക്ക് രസമാണ്, വൈബാണ്. നമ്മുടെ റൈനു അങ്ങനെ ചാടി ചെന്ന നമ്മുടെ ഫുട്ബോൾ പോലത്തെ ബോൾ എടുത്തിട്ടുണ്ട്. രൂപേൻ അവിടെ നിന്ന് ഓരോ ബോളും പെറുക്കിക്കൊണ്ട് വരികയാണ്. ഓരോ ബോളും പെറുക്കി എടുത്തിട്ട് പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കുന്നുണ്ട്. ചേട്ടൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കും, രൂപേൻ ഇങ്ങോട്ടും ഇട്ട് കൊടുക്കും. രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയുണ്ട് ഗൈസ്. അപ്പുറത്ത് വേറൊരു പാർക്കുണ്ട്, ഇച്ചിരി കൂടി വലിയ പിള്ളേർ കയറാമെന്നുണ്ട്. ഇത് കുഞ്ഞു പിള്ളേരുടെ ഏരിയയാണ്. നമ്മൾ അപ്പുറത്തും പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ രൂപേൻ ഏതെടുക്കണമെന്നറിയത്തില്ല, പല കളറായതുകൊണ്ട് പുള്ളി ഇഷ്ടമുള്ളതെല്ലാം നോക്കി അകത്തോട്ടിടാന്ന് പറഞ്ഞപ്പോൾ എല്ലാം അടുത്ത് വെളിയിലോട്ട് ഇട്ട് കൊടുക്കുക. അച്ഛയ്ക്കൊരു പണി, അച്ഛ ചുമ്മാ അങ്ങനെ നിൽക്കണ്ട, ഇത് എൻ്റെ പുറകെ ചെയ്യാൻ വാ എന്നുള്ള രീതിക്കാണ് രൂപേനെ ബോളെല്ലാം പെറുക്കി വെളിയിലോട്ടിട്ട്. അത് അച്ഛയ്ക്കൊരു പണി, അച്ഛ എല്ലായിടത്തും അകത്തിടുന്നുണ്ടായിരുന്നേ. പിന്നെ വേണ്ട നമ്മുടെ രൂപേനെ അതിൽ കയറ്റാമെന്ന് ഞാൻ പറഞ്ഞ ആ ഊരാമ്പാലം പോലെ ഇരിക്കുന്നില്ലേ, അതിൽ കയറ്റാമെന്ന് പറഞ്ഞു. പക്ഷേ അവനാ കളി കഴിഞ്ഞിട്ടൊന്ന് വരണ്ടേ ഗൈസ്, ഭയങ്കര കളിയാണ്. അതിനിടയ്ക്ക് തന്നെ അച്ഛക്കിട്ട് ചെറിയ പണി. പിന്നെ അച്ഛ ഇങ്ങോട്ട് കയറി വന്നു, ഇവനെല്ലായിടത്തും വെളിയിൽ കളയാടാന്നൊക്കെ പറഞ്ഞ് അച്ഛയും കയറി വന്നു. ബോളൊക്കെ നൈസായിട്ട് മാറ്റിയിട്ട് രൂപേനെ അതിനിടയ്ക്ക് നമ്മൾ ഇരുത്തി ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങനെ ഇരുത്തി സെറ്റാക്കുവാണ്. പക്ഷെ നമ്മുടെ റയാൻ എന്തിനു വിളിച്ചിട്ടും വരുന്നില്ല ഗൈസ്, അവനവിടെ അവൻ്റേതായിട്ടുള്ള പണികളിലാണ്. രൂപേനെ അങ്ങനെ ഇരുത്തി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ രൂപേനെ അവിടെ ഇരുത്തിയത്. പിന്നെ അത് ചേട്ടനും അനിയനും കൂടി ഇവിടെ ഭയങ്കര കളിയായി. ചേട്ടനെടുത്ത് കൊടുക്കുന്നു, അനിയനെടുത്തിട്ടുന്നു, അങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞു അച്ഛയും കൂടി നിൽക്കുക, രണ്ടുപേരും അച്ഛയും കൂടി നിൽക്കുന്ന ഫോട്ടോ എടുക്കാമെന്ന് മൂന്ന് പാടാന്ന് പറഞ്ഞ് ഒത്തിരി വിളിക്കുന്നുണ്ട്. പക്ഷെ അവനിവിടെ വരാൻ, അവന് ഒന്നാമത്തെ കാര്യം അവന് പേടിയുണ്ട് ഇങ്ങനെ വരാൻ, അതുകൊണ്ടുള്ളൊരു പേടി കൊണ്ടുള്ളൊരിതാണ്. പിന്നെ അച്ഛ പിടിച്ച് വലിച്ച് പാടാന്ന് പറഞ്ഞ് പിടിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ വന്നു. പക്ഷെ എന്നാലും ഫോട്ടോ ഒന്നും എടുക്കാൻ അവൻ നിന്നില്ല ഗൈസ്. പെട്ടെന്ന് അവനാണെ മാറിക്കളഞ്ഞ് കണ്ടോ. അവന് വേറെ ഇതാണ്, അവൻ ആ ബോൾ എടുക്കണം, പിന്നെ അവന് വീട്ടിൽ പോകണം എന്നുള്ള ഇതാണ്. അവനവിടെ ചെന്ന് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു, പിന്നെ അവന് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് വഴക്കായിരുന്നേ. പുള്ളി അതാണ് മൈൻഡ് ഔട്ടായിട്ട് ഇങ്ങനെ നടക്കുന്നത്. ബോളൊക്കെ കാണുമ്പോൾ ആഹ്ലാദം ഉണ്ട്, എന്നാലും പുള്ളിക്ക് ഫുൾ മൈൻഡിൽ വീട്ടിൽ പോകണം എന്നുള്ള ഇതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വീണ്ടും ആ ബാർബി ഹൗസിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നേ. അപ്പം അച്ഛ പറഞ്ഞു നമ്മുടെ രൂപേനെ ഇതിൽ കയറ്റാന്ന് പറഞ്ഞുകൊണ്ട് ഇതേണ്ട വന്ന് അതിലേക്ക് കയറ്റി. രൂപേന് പക്ഷേ ഹാപ്പി ആയിട്ട് ഇതേണ്ട മാച്ചിങ് കളറാണ്, രൂപേൻ്റെ ടീഷർട്ടിൻ്റെ കളർ തന്നെയായിരുന്നു റൈഡിന്. അപ്പോൾ രൂപേനെ അതിലൊക്കെ കയറി നമ്മളൊന്നും പിടിക്കാതെ തന്നെ കയറാൻ തുടങ്ങുവാണ് രൂപേനെ. റയാനെയും കയറ്റി വിടാമെന്ന് പറഞ്ഞു റയാനെയും കയറ്റുന്നുണ്ട് അച്ഛ. റയാൻ്റെ പേടി അങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ലല്ലോ, പേടി മാറണമല്ലോ. ഇതാകുമ്പോൾ സേഫ്റ്റി ആണല്ലോ, നമുക്ക് വീഴുമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിലൊക്കെ കയറ്റി പഠിപ്പിക്കട്ടെ. കുഞ്ഞ് ഇപ്പോൾ അവൻ 5 വയസ്സായില്ലേ, അവന് പേടി ഇങ്ങനെ ആയാൽ ശരിയാകത്തില്ലല്ലോ എന്ന് പറഞ്ഞ് അച്ഛ കയറ്റിയതാണ്. എന്തോ അവനത് കയറി ഭയങ്കര ഹാപ്പിയായി ഞങ്ങളും. എല്ലായിടത്തും ഇങ്ങനെ ആയിരിക്കില്ലേ ഗൈസ്, ഇളയ കുട്ടികൾ ഇച്ചിരി ബോൾഡായിരിക്കും, മൂത്ത ആൾ ഇച്ചിരി നെർവസ് ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഞങ്ങളുടെ റയാൻ എല്ലാത്തിനും പേടിയും ഭയവും ഒക്കെയാണ്. രൂപേനാണ് അതിലും ചേട്ടൻ്റെ ഇതും കൂടെ അനിയൻ തീർത്ത് തരുമെന്നുള്ളത് എന്നുപോലെയാണ്. രൂപേനാണ് എല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യണം, നടക്കണം, എടുക്കണം, അങ്ങനെയൊക്കെയുള്ള അവന് സ്വന്തമായിട്ടെല്ലാം ചെയ്യണം എന്നുള്ളൊരിതാണ്.
റയാൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ് കേട്ടോ രൂപേന്. അതുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വീണ്ടും നമ്മുടെ റയാൻ്റെ മറ്റേ ക്യൂബ്സ് എടുക്കുന്ന ഇതിലാണ്. രൂപേൻ നേരെ വണ്ടി ഓടിച്ചു വന്ന് ചേട്ടൻ അടുക്കി വെച്ചതെല്ലാം തകർത്ത് കളഞ്ഞിരിക്കുന്നു ഗൈസ്. കണ്ടോ കാണിക്കുന്നുണ്ടോ? രൂപേൻ തന്നെ പോകുന്നുണ്ട്. എനിക്കാരുടെയും സഹായം വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എന്നുള്ള രീതിയാണ് രൂപേൻ വണ്ടി ഓടിക്കുന്നത് കണ്ടപ്പോൾ ചേട്ടനും പോയൊരു വണ്ടി എടുത്തുകൊണ്ട് വരുന്നുണ്ട് അവിടെ നിന്ന്. രൂപേനെ കൊണ്ട് തന്നെ കയറാൻ പറ്റാത്ത സാധനത്തിലല്ലേ രൂപേനെ നമ്മുടെ അമ്മച്ചി കയറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൻ അമ്മച്ചിയുടെ കയ്യിൽ നിന്നൊക്കെ ഓടുന്നിറങ്ങുവാണ് ഗൈസ്. അമ്മച്ചി വിട്, ഞാൻ തന്നെ ഇതെല്ലാം ചെയ്തോളാം, എനിക്കെല്ലാം അറിയാവുന്ന മട്ടിലാണ് രൂപേൻ്റെ ഓരോരോ കാട്ടായം കണ്ടു. അതിനിടയ്ക്ക് നമ്മുടെ റയാൻ പോയി കാണിക്കുന്നുണ്ട് അവിടെ ഒരു കുരുത്തക്കേടല്ല, പുള്ളി അതെന്നാ ചെയ്യണ്ടേന്ന് നോക്കുവാണേ. രൂപേനെ തന്നെ കയറ്റാൻ നോക്കിയിട്ട് അവൻ തന്നെ ചെരുപ്പെല്ലാം ഊരി എറിഞ്ഞ് ഗൈസ്. ഞാൻ ഇങ്ങോട്ട് മാറി, ഞാൻ കയറാമെന്നുള്ള രീതിയാണ്. അതിനിടയ്ക്ക് അച്ഛൻ തന്നെ അവിടെ വേറെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, പിള്ളേരുടെ കളിയൊക്കെ കണ്ടോ. നമ്മുടെ രൂപൻ തന്നെ കയറുന്ന കണ്ടോ. റയാൻ അതിനിടയ്ക്ക് പോയി അച്ഛയെ വിളിക്കുക, അച്ഛയെ പോകാം അച്ഛയെന്നാണ്. പക്ഷെ റയാൻ വിളിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ രൂപേനൊന്നും വരണ്ടേ. അവൻ ഓരോ സാധനത്തിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. ഒന്ന് മാറി അവൻ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവൻ ഏതോ സ്വർഗ്ഗലോകത്തെത്തിയ പോലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. റയാൻ ഹാപ്പിയൊക്കെ ആകാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും റയാൻ വീട്ടിൽ പോകണം എന്നുള്ള വരച്ചിലാണ്. ഇതിനിടയ്ക്ക് വേറെ സംഭവമുണ്ട്. കുഞ്ഞ് വീട്ടിൽ പോകാൻ കരയുന്നത് എന്നാന്ന് വെച്ചാൽ അവന് ബാത്റൂമിൽ പോകണം ഗൈസ്. വണ്ണിന് പോകണം എന്നുള്ള ഇത് ഉള്ളതുകൊണ്ടാണ് വീട്ടിൽ പോയിട്ട് പോകാമെന്നുള്ള ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ബാത്റൂമൊക്കെ ഉണ്ട്. ഇവൻ പറയുന്നില്ല നമ്മളോട് വീട്ടിൽ പോകാമെന്നേ പറയുന്നുള്ളൂ. യൂറിൻ പാസ് ചെയ്യാൻ പോകണമെന്ന് പറയുന്നില്ല. പിന്നെ രൂപയും കയറിയത് കണ്ടപ്പോൾ റയാനും ഒരു കൊതി അവിടേക്ക് ഒന്ന് കയറാൻ. പിന്നെ റയാനും പോയി കയറി. ഞാൻ 1-2 ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിന്ന് കേട്ടോ. പറഞ്ഞ പോലെയൊക്കെ 1-2 ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ചിരിച്ചൊക്കെ തന്ന്. പക്ഷെ ഇവൻ അപൂർവമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് തരാറുള്ളൂ. അതുകൊണ്ട് നമ്മളതെല്ലാം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. കയറിയിട്ട് ഇറങ്ങാനായിട്ട് അറിയത്തില്ല ഗൈസ്. അതിന് വിളിച്ചതാണ് എന്നെ. ഇത് പിന്നെ ചെറുതായതുകൊണ്ട് ഇതിലവന് ഇറങ്ങിക്കോളും. ഓടി വന്ന് അതിലൊന്നും കൂടി ഒന്ന് കയറി. പോകാറായില്ലേ എന്നൊന്നും കൂടി ആ ചേട്ടൻ കയറിയപ്പോൾ അവനും കയറാനൊരു മോഹേ. നമ്മുടെ രൂപേനും ചാടി കയറുന്നുണ്ട്. തിരിച്ചാടാ കയറേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അവൻ ഇങ്ങനെ മതിയച്ച, ഞാൻ ഇങ്ങനെ കയറിക്കോളാം എന്നുള്ള രീതിയിലാണ് അവൻ കയറുന്നത്. എൻ്റെ അച്ഛൻ കയറ്റി ഇരുത്തിയിട്ടൊന്നും കൂടി ഒന്ന് ഇറക്കുവാണ്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു. അമ്മച്ചി അവിടെ ഇരിക്കുന്നതിനിടയ്ക്ക് ട്രെയിനിൽ പോയി എന്തൊക്കെയോ പറയുന്നുണ്ട്. അമ്മച്ചി പോകാം, വീട്ടിൽ പോകാം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞങ്ങളോട് ആരോടും അവനിപ്പോൾ ഒന്നും പറയുന്നില്ല കേട്ടോ. അവന് ബാത്റൂമിൽ പോകണമെന്ന് പറയുന്നുമുണ്ട്. അതിനിടയ്ക്ക് രൂപേൻ ഓരോന്ന് കാണുമ്പോൾ അവനോട് കളിക്കണമെന്നുണ്ട്. പിന്നെ അച്ഛൻ ബോൾ എടുത്തിട്ട് എറിഞ്ഞ് കാണിച്ചു തരാം, നീ ഇനി കളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ എറിഞ്ഞപ്പോൾ അവൻ ആ ബോൾ എടുത്തിട്ട് ഒരു അച്ചയ്ക്കിട്ട് കൊടുത്തത്. പക്ഷേ ഗൈസ് കൊണ്ടത് എനിക്കിട്ടാണ്. നമ്മുടെ ക്യാമറ ഒന്ന് ഷെയ്ക്കായി. സാരില്ല, പോട്ടെ. അച്ഛൻ ചേട്ടനും മാത്രം കളിച്ചാൽ പോരല്ലോ, ഞാനും കളിക്കണമല്ലോ എന്ന് പറഞ്ഞത് ആ ബോൾ നമ്മുടെ രൂപേനും ഓടി വന്ന് കൈക്കലാക്കിയിട്ടുണ്ട്. അവൻ എടുക്കാൻ മേല, പക്ഷെ എന്നാലും അതൊക്കെ ഞാൻ ചെയ്യും. വെയിറ്റൊന്നുമില്ല, ഇങ്ങനെ വലുതായതുകൊണ്ടുള്ള ഇതുള്ളൂ, വെയിറ്റ് ഇല്ല കേട്ടോ. അച്ഛയെ പോയി നമുക്കത് വെച്ച് കളിക്കാമെന്നുണ്ട്. ഞാൻ അച്ഛയെ വിളിക്കുന്നുണ്ട്. ഇതിങ്ങനെയാണല്ലോ, ഒരാളെടുത്തത് മതിയല്ലോ മറ്റേയാക്കും. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയാണോ ഗൈസ്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളിവിടെ റെയിനു എന്തെടുക്കുന്നു അത് തന്നെ വേണം നമ്മുടെ മാത്തുക്കുട്ടി എന്തെടുക്കുന്നു അത് തന്നെ വേണം നമ്മുടെ റെയിനൂസിനും. 2 പേർക്കും ഒരു സാധനം തന്നെ മതി. ഭക്ഷണം കൊടുത്താൽ പോലും മറ്റവൻ്റെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരി കഴിച്ചാലേ ഒരു സുഖമുള്ളൂ. ഞങ്ങളും പണ്ടിങ്ങനെയൊക്കെയായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 10 ഗുണം 10 ഗുണം. ഇതേ നമ്മുടെ റെയിനു അവിടെ ചെന്ന് ഒരു സാധനത്തെ, റെയിനുവിന് പറ്റിയൊരു സാധനത്ത് കയറുന്നുണ്ട്. രൂപേനെ കൊണ്ട് പറ്റുന്ന പോലെ രൂപേനും അവിടെ ഒരു സാധനത്തെ തന്നെ പോയി വലിഞ്ഞ് കയറി ഇറങ്ങുന്നുണ്ട്. റെയിനു അപ്പോൾ ഇങ്ങനെ റിസ്ക് ഇല്ലാത്ത പരിപാടികളൊക്കെയാണ് ഗൈസ്. അവനെപ്പോഴും റിസ്ക് എടുക്കാനുള്ള പേടിയാണ്, ബുദ്ധിമുട്ടാണ്. രൂപേൻ അങ്ങനെയല്ല, റിസ്ക് ഈസ് മൈ ബെസ്റ്റ് എന്നുള്ള രീതിയിലാണ്. അവനെപ്പോഴും റിസ്ക് എടുത്തുള്ള പരിപാടികൾ ചെയ്യാൻ രൂപേന് ഭയങ്കര ഇഷ്ടമാണ്. റെയിനും അവനെ റിസ്ക് ഇല്ലാത്തവരാണ്. അച്ഛൻ അപ്പോൾ വേറെ സ്ഥാനത്തെ കയറ്റുന്നതുകൊണ്ട് കൊണ്ടുപോയതാണ്. കാല് നേരെ വെക്ക്, അതിലെങ്ങനെയല്ല കയറുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ വന്ന് കയറ്റിയാലോ എന്ന് പേടിച്ച് നമ്മുടെ റെയിനും ചാടി അതിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. നമ്മുടെ രൂപേനെ എത്ര വിളിച്ചിട്ടും ഗൈസ് അവൻ വരുന്നില്ല. അവന് പിന്നെ അതിലെല്ലാം കയറിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്.
റെയിനുവിനാണ് ദേഷ്യം വന്നിട്ട് മേലെ അച്ഛയെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ രൂപേനെ വാടാ പോകാടാന്ന് പറഞ്ഞാൽ റെയിനു വന്ന് വിളിക്കുന്നുണ്ട്. വാടാ കൊച്ചിന് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ട് എവിടെ നമ്മുടെ രൂപേനൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അവൻ അവിടെ നിന്ന് ചാടി ഇറങ്ങി അതിലെല്ലാം നടന്ന് റിങ്ങൊക്കെ ഇപ്പം റിങ്ങെല്ലാം കളി. ഇവനൊരു റിങ് മാസ്റ്റർ ആണെന്ന് എനിക്കൊരു സംശയമുണ്ട്. റെയിനു അതിനിടയ്ക്ക് ഡാൻസ് കളിച്ചുകൊണ്ടാണ് അതിൽ കയറുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മ്യൂസിക്, ഇപ്പം നല്ല പാട്ടുണ്ട്, നമുക്ക് ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റും. റെയിനുവിനും രൂപേനൊക്കെ ഇഷ്ടമായ പാട്ടുകളാണ്. അപ്പോൾ അതിനിടയ്ക്ക് രണ്ടുപേരും ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റെയിനു വന്ന് അമ്മയോട് പറയും, അമ്മേ വാ അമ്മേ പോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് എന്നോട് പറയുന്ന, അമ്മയെ കൊച്ചിന് ടോയ്ലറ്റിൽ പോകണം, ബാത്റൂമിൽ പോകണം എന്ന് എന്നോട് പറയുന്നത്. എന്നിട്ട് ഒരു ബോളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിലിടാനൊക്കെ നോക്കുന്നുണ്ട്. ചേട്ടൻ മാത്രം അങ്ങനെ കയറിയാൽ പോരല്ലോ, എനിക്കും തന്നെ കയറണമല്ലോ എന്നുള്ള ഇതിൽ ഓടി നമ്മുടെ രൂപയിലും അതിൽ തന്നെ പോയിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഓർക്കരുത് കുഞ്ഞിനെ തന്നെ വിട്ടിട്ട് ഇങ്ങനെ നടക്കുകയാണെന്നല്ലോ എന്ന്. അല്ല ഗൈസ്, ഇതൊക്കെ അത്രയും സേഫ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ നമ്മളടുത്ത് തന്നെ നിൽപ്പുണ്ട്. അത്രയും സേഫ്റ്റി ആയതുകൊണ്ടാണ്. കാരണം അവിടെ തന്നെ അവർ പറഞ്ഞു 4 വയസ്സ്, അതായത് 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഇതിൽ കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്ര സേഫ്റ്റിയോടെയാണ് അവർ ആ പാർക്ക് അറേഞ്ച് ചെയ്തേക്കുന്നത്. എല്ലാം നിങ്ങൾ മാറ്റ് തന്നെ നോക്കിയേ, എല്ലാം നല്ല സ്പോഞ്ചാണ്. അപ്പോൾ പിള്ളേർക്ക് അതിനോടൊന്നും അവർക്കൊന്നും അവരുടെ സേഫ്റ്റിക്ക് ഒട്ടും കോട്ടം വരാത്ത രീതി അവർ നല്ല സേഫായിട്ടാണ് എല്ലാ സംഭവം ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് നമുക്ക് പിള്ളേരെ നമുക്ക് നൈസായിട്ട് ഇങ്ങോട്ട് വിട്ടാൽ മാത്രം മതി. അതിനിടയ്ക്ക് അച്ഛനും കൂടി ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോവാണ്. കണ്ടോ, റയാൻ ചാടി അച്ഛൻ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അച്ഛൻ വാ കൊച്ചിന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. അതിനിടയ്ക്ക് അവരങ്ങോട്ട് പോകുന്നുണ്ട്. അവർ പോയാലും ഞാൻ വരുന്നില്ല അമ്മേ, നിങ്ങൾ പൊക്കോ, ഞാനിന്നിവിടെ കിടന്നോളാം എന്നുള്ള രീതിയിലാണ് നമ്മുടെ രൂപേ. കൈ 2 ബോളും ഒക്കെ വെച്ചിട്ട് ഉണ്ണി വാവൊക്കെ പാടുമോ, ഞാനിവിടെ കിടന്നോളാം, പൊക്കോ നിങ്ങൾ പൊക്കോ എന്നുള്ള രീതിയാണ്. കണ്ടോ ഡാൻസ് കളിക്കുന്നുണ്ടോ, പാട്ട് കേട്ടിട്ടാണ്. അവിടെ നമ്മുടെ രൂപേൻ്റെ ഇപ്പോഴത്തെ ഒരു പാട്ടാണ് ഉണ്ണി വാവാവോ അങ്ങനെ പാടി ഇത് ബോളൊക്കെ കുറക്കാനൊക്കെ നോക്കുകയൊക്കെയാണ്. ചേട്ടനും അച്ഛയും കൂടി അങ്ങോട്ട് പോകാനായിട്ട് പോയിട്ടുണ്ട്. അപ്പുറത്ത് സ്റ്റേഡിയത്തിൽ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അച്ഛയാണെങ്കിൽ ഇവരും പാസ് ചെയ്യിക്കാൻ വേണ്ടി റെയിനുമായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കുഞ്ഞു വാടാ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടും ആൾ വരുന്നില്ല. അപ്പുറത്തെ പാർക്കിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വന്നു ഗൈസ്. അപ്പം ഇതിൻ്റെ പാർട്ട് 2 ഉണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഓക്കെ ബൈ ബൈ, താങ്ക് യു.